ഹലോ. ഞാൻ ഇന്ന് ഒരു അപ്ഡേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വലിയ സന്തോഷത്തിനൊന്നുമല്ല സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, പനിയായിരുന്നു കേട്ടോ. നമുക്ക് കഴിഞ്ഞ മഴയത്തൊക്കെ കുറച്ച് പേർക്കൊക്കെ പാക്ക് ചെയ്ത് അയച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലൈമറ്റ് എത്രമാത്രം ദുരിതപൂർണ്ണമായിരുന്നു എന്ന് നമുക്ക് പല കാര്യങ്ങളും കൊണ്ട് അറിയാം അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ചെറിയ പനിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. ഒത്തിരി പേർക്ക് എത്രയോ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഒരു ഭാഗത്ത് ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിലെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളും പറയാനാണ് വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ്റെ DTDC കൊറിയർ, നമ്മൾ പ്ലാന്റ്സ് അയക്കുന്ന DTDC കൊറിയർ വഴിയാണ്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒത്തിരി പേര് അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ടവരുണ്ട്. എനിക്ക് റിപ്ലൈ ഒന്നും തരാൻ പറ്റില്ല, കാരണം പനിയായിട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോൾസ് നമ്മുടെ ഇതിൽ ഫോണിലോട്ട് വരുന്നുണ്ട്. പ്ലാൻസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. അപ്പോൾ അവർ ആദ്യമായിട്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് തോന്നുന്നു. നമ്മൾ കോൾസ് വഴിയല്ല, ഇപ്പോൾ പ്ലാൻസിനെ പറ്റി അറിയാനാണെങ്കിൽ എന്താണെങ്കിലും കോൾസ് വഴിയല്ല നിങ്ങൾ മെസ്സേജ് അയച്ചിടുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അയച്ചേക്കുന്ന മെസ്സേജുകളൊന്നും ഞാൻ ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ ഹെൽത്ത് ഓക്കെ അല്ല, അതുകൊണ്ടാണ്. പിന്നെയുള്ള കാര്യം, നമ്മുടെ ഗാർഡനിൽ ഇതുവരെ വന്നേക്കുന്ന റോസുകളുടെ എല്ലാം ഓർഡറുകൾ എടുത്ത് സ്റ്റോക്ക് ഔട്ടാണ്. പുതിയതായിട്ട് വരുന്ന കസ്റ്റമറൊക്കെ ഇപ്പോഴാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്ക് സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ എല്ലാവർക്കുമായിട്ട് എടുത്ത് റിപ്ലൈ ചെയ്യുന്നില്ല, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇടുവാണ്. നമുക്കിപ്പോൾ നിലവിൽ റോസുകൾ സ്റ്റോക്ക് ഔട്ടാണ്. ഇനി നമ്മൾ ഈ ഇന്നിപ്പോൾ മഴ ഒന്ന് കുറഞ്ഞ് കാണുന്നുണ്ട്. ഈ ഒരു വീക്കിൽ തന്നെ നെക്സ്റ്റ് ലോഡ് വരുമായിരിക്കും. നല്ല മഴയാണ്. നമുക്കറിയാം എന്തുമാത്രം നമ്മുടെ ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്, നമ്മുടെ പ്രകൃതി എന്തുമാത്രം ഇങ്ങനെ കലിതുള്ളിയാണ് നിൽക്കുന്നതെന്നറിയാം. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ നല്ല മഴയും വെള്ളം പൊങ്ങുന്ന അവസ്ഥയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ വെയിൽ ഒത്തിരി തെളിഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി പോകുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു പ്രദേശത്ത് മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, എപ്പോഴും നമ്മൾ വീഡിയോസിൽ ഇടുമ്പോൾ ഉള്ള പൂക്കളുകളൊക്കെ സെയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കൂടുതലും മെസ്സേജ് വരുന്നത്. സെയിൽ വീഡിയോ എന്നും പറഞ്ഞ് ഞാൻ ഇടുന്നതാണെങ്കിൽ അത് സെയിലുള്ളതാണ്. ഇതിൽ കാണിക്കുന്നതൊക്കെ കൂടുതൽ നമ്മൾ പാക്ക് ചെയ്ത് അയക്കാനുള്ള റോസുകളൊക്കെയാണ്. ഇത് ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ്. ഇതൊക്കെ നമ്മൾ പ്രീ ഓർഡർ വഴി ഓർഡർ എടുത്തേക്കുന്ന റോസാണ്. അതുകൊണ്ട് തന്നെ ഇത് സെയിൽ വീഡിയോയിൽ ഈ റോസൊന്നും ഇടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പ്രീ ഓർഡർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പ്രീ ഓർഡറിൽ ബുക്കിംഗ് ആവുന്ന റോസുകളൊക്കെ സെയിൽ വീഡിയോ പോലും ഇടാതെ നമ്മൾ അയക്കുമെന്ന് പറയുന്നുണ്ട്. കണ്ടോ, ചുറ്റുവട്ടത്തൊക്കെ മഴ കൊണ്ട് ആകെ ഇതായിരിക്കും കേട്ടോ. വെള്ളം നിറയുന്നതാണ് അവിടെ, അതാണ് അങ്ങനെയൊക്കെ കിടക്കുന്നത് ചുറ്റുവട്ടം. വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഉള്ളൊരവസ്ഥയാണത്. അപ്പോൾ നമുക്ക് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യുന്ന റോസുകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാണ്ട് തന്നെ, അതായത് സെയിൽ വീഡിയോയിൽ ഇടാതെ തന്നെ ഞാൻ അയക്കാറുണ്ട്. പിന്നെ ആ റോസുകളുടെയൊക്കെ ഒരു ഭംഗി എന്ന രീതിയിലാണ് ഞാൻ ഇതുപോലുള്ള അപ്ഡേഷൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൽ ആ ഒരു റോസുകളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഞാൻ നമ്മുടെ ഗാർഡനിൽ വരുന്ന നല്ല നല്ല റോസുകളൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും റോസുകളൊക്കെ പരിചയപ്പെടുത്തണമല്ലോ, അങ്ങനെ കൊണ്ടുവന്ന് ഇടുന്നതാണ്. സെയിൽ വീഡിയോ എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന റോസുകൾ മാത്രമേ സെയിലിനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കൂടുതൽ പേരും മെസ്സേജ് അയക്കുന്നത്. പിന്നെ കുറേ സംശയങ്ങൾ, പുതിയതായിട്ടുള്ളവർക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ തന്നെ അതിനുള്ള ഒരുപാട് വീഡിയോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ ഒന്ന് പരിചയപ്പെടുക. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മുടെ ചാനലിലെ ഗാർഡനിലെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കൂടുതലും അപ്ഡേഷൻ വീഡിയോസൊക്കെ എടുത്ത് കാണുക കേട്ടോ. പിന്നെ കോഴ്സ് വഴിയല്ല, നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചിടുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയേണ്ടത് വീട്ടിൽ വന്ന പ്ലാന്റ്സ് എടുക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ വീട്ടിൽ വന്ന് പ്ലാന്റ്സ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തൊരു ഗാർഡനിലല്ല, നിങ്ങൾക്കറിയാലോ, ഓൺലൈൻ വഴി നടത്തുന്ന ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ ആശ്രയിച്ചിട്ട് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പ്ലാൻസ് ഉണ്ടാവും. നമ്മൾ അതനുസരിച്ചിട്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പ്ലാൻസ് ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതങ്ങനെയല്ല. നമ്മുടെ ഗാർഡനിൽ
പ്രീ ഓർഡർ കൂടി വന്നേക്കുന്നത് കൊണ്ട് ഏതൊരു പ്ലാന്റ് വന്നാലും അത് അപ്പം തന്നെ പാക്ക് ചെയ്ത് അയക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗാർഡനിൽ പ്ലാന്റ്സ് ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു പ്ലാന്റ് ഇഷ്ടപ്പെട്ട് അത് എടുക്കുവാണെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ ഓർഡർ ആയതാണ്. അങ്ങനെ അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഏതൊരു റോസ് എടുത്താലും ചിലപ്പോൾ അത് ഓർഡർ അയക്കുന്നതാണ്. കണ്ടോ, ഇതൊക്കെ വലിയ പ്ലാന്റ്, മദർ പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണ്. നമ്മുടെ മദർ പ്ലാന്റ് ഒക്കെ കഴുകി വെച്ചേക്കുന്നതാണോ അയക്കാനായിട്ട്. ഇതൊക്കെ കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ അത് എടുത്തിടുന്നതാണ്. ഈ റോസുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു വരും. ഇതൊന്നും ഉള്ളതല്ല, ഇതൊക്കെ ഓർഡർ ആയിട്ട് പാക്ക് ചെയ്ത റോസുകളാണ്. ഞങ്ങളുടെ മുറ്റത്തൂടിയൊക്കെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. മഴ പെയ്ത് കഴിഞ്ഞ് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് വീട്ടിൽ സെയിലില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വന്ന് ചോദിക്കുന്ന റോസുകളും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും ഓർഡർ ആയിട്ട് ഇരിക്കുന്ന ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഏരിയയിലുള്ളവർക്ക്, ഇപ്പോൾ തൃപ്പൂണിത്തുറ ഏരിയയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ വീട്ടിൽ ഒരു സെയിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ കൊറിയർ വഴിയും പോസ്റ്റൽ കൊറിയർ വഴിയാണ് അയക്കുന്നത്. പിന്നെ DTDCയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഒരു കമൻറ്റ് ഞാൻ കണ്ടു. DTDCക്കാർ അവർക്ക് തോന്നുന്ന സമയത്താണ് വിളിക്കുന്നത്, തോന്നുന്ന സമയത്താണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിയാണ്, DTDC 100% നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. DTDCയിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പിന്നെ വേറെ ഏതാണ് ആശ്രയിക്കാനുള്ളത്? ഇപ്പോൾ DTDCയെ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞാലും പോസ്റ്റൽ കൊറിയറും അങ്ങനെ തന്നെ. പോസ്റ്റൽ കൊറിയർ വഴിയൊക്കെ ഞാനൊരു പ്ലാന്റൊക്കെ ആദ്യം വെച്ചിട്ട് 8 ദിവസം കഴിഞ്ഞൊക്കെയാണ്. പക്ഷേ അത് ലോട്ടസിൻ്റെ ട്യൂബർ ആയതുകൊണ്ട് 8 അല്ല 14 ദിവസമായാലും കുഴപ്പമില്ല, ട്യൂബർ അതിലിരുന്നോളും. ഹാർഡൻ ആയിട്ടുള്ള സാധനങ്ങളാണ് എങ്കിൽ കേട്ടോ. തിന്നായിട്ടുള്ള ലോട്ടസിൻ്റെ പോർഷനൊന്നും അങ്ങനെ അയക്കാൻ പറ്റില്ല. ഹാർഡൻ ആയിട്ടുള്ള ട്യൂബറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അതിൽ നമ്മൾ പാക്ക് ചെയ്തേക്കുന്നത് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അന്ന് അത് അത്രയും ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ദൈവമേ, വല്ല റോസൊക്കെയാണ് പോസ്റ്റൽ കൊറിയർ വഴി അയക്കണമെങ്കിൽ എന്ത് ചെയ്തേനെന്ന്. ഞാൻ അതുകൊണ്ടാണ് പോസ്റ്റൽ കൊറിയർ അങ്ങനെ കൂടുതലും എടുക്കാത്തത്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എത്താറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ അന്നത്തെ ഒരു ഇതുകൊണ്ട് ഒരു ഇതായിരിക്കും. ഇപ്പോൾ DTDC എപ്പോഴും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കില്ലല്ലോ. ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് പ്ലാൻസ് ഓർഡർ ചെയ്യാൻ മനസ്സുള്ള ആളുകൾ ഓർഡർ ചെയ്യാമെന്ന് പറയാനേ നിവർത്തിയുള്ളൂ. വേറെ ഇപ്പോൾ ഇവിടെ എറണാകുളത്തുള്ള എനിക്ക് വേറെ കാസർഗോഡൊക്കെ പ്ലാൻസ് എത്തിക്കാൻ വേറെ വഴിയില്ല. നമുക്ക് ഇങ്ങനെയുള്ള സർവീസുകൾ ആശ്രയിക്കാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക. ഇപ്പം നമ്മൾ അവരോട് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, പ്ലാൻസ് ഇങ്ങനെ എത്തിയില്ല, വന്നില്ല, വേറെ സ്ഥലത്താണെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കിയില്ലായിരുന്നോ, ട്രാക്ക് ചെയ്തിട്ട് വിളിച്ചില്ലായിരുന്നോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ നമ്മളോട് ചോദിക്കുന്നത്. കാരണം ട്രാക്കിംഗ് ID എന്ന് പറഞ്ഞൊരു ഇത് തരുന്നത് അങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയും അതെവിടെ പോയി എന്നറിയാൻ വേണ്ടിയുമാണ്. അപ്പോൾ അതൊക്കെ ട്രാക്കിംഗ് നമ്പർ കയ്യിൽ കിട്ടിയാൽ ട്രാക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് DTDCയെ കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അതത് DTDCയെയോ അല്ലെങ്കിൽ ബ്രാഞ്ചിലോ വിളിച്ചിട്ട് ആ കംപ്ലയിൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊരിക്കലും മാറ്റി വയ്ക്കരുത്, ഇല്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല പ്ലാൻസൊക്കെ വാങ്ങണമെങ്കിൽ ഈ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ കംപ്ലയിൻറ്റ് എന്തായാലും കൊടുക്കുക. അത് ഞങ്ങളല്ല കൊടുക്കേണ്ടത്, കസ്റ്റമേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ നല്ല രീതിയിൽ ശബ്ദം ഉയർത്തുക, കംപ്ലയിൻറ്റ് കൊടുക്കുക കേട്ടോ. കൂടുതലും വലിയ പ്ലാന്റ്സാണ് നമ്മൾ ഗാർഡനിൽ, വലിയ റോസ പ്ലാന്റ്സാണ് ഗാർഡനിൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പേർക്കത് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വരാറുണ്ട്. പക്ഷേ നമുക്ക് അറിയാം, ഒരു നോർമൽ സൈസ് പ്ലാന്റിന് തന്നെ നമ്മൾ ഇത്രയും പൈസ കൊടുത്താൽ വാങ്ങുന്നത്. ഏതൊരു ചെടിയാണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും അവർക്ക് സൈസ് വരുന്നതനുസരിച്ചിട്ട് എന്തായാലും ഒരു റേറ്റ് വരും. പിന്നെ ആ ഒരു കൊറിയർ നമുക്ക് ഇതിപ്പോൾ വെറുതെ ഒരു ഇതിൽ എന്താ പറയുക, മണ്ണ് മൊത്തം ഇല്ലാണ്ടൊന്നും അയക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം മണ്ണ് വെച്ചിപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു കടഭാഗം തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം അത്രയും മണ്ണ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതില്ലാതെ ഇപ്പം എനിക്കത് പിടിക്കാൻ പോലും പറ്റില്ല, അധികം പൊക്കിയൊന്നും നിർത്താൻ പറ്റില്ല, അത്ര വെയിറ്റ് ഉണ്ട് ആ ഒരു ഇതിന്. നിങ്ങൾക്ക് വലിയ പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ എത്ര വെയിറ്റിലാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൊറിയറും കൂടി ഉൾപ്പെടുത്തിയാണ് ആ ഒരു റേറ്റ് വരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള വലിയ റോസാ ചെടികളൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഒന്നും ഞാൻ പറയില്ല, പക്ഷെ കൂടുതലും ഇപ്പം എത്രയോ നാളായി ഞാൻ ഗാർഡൻ തുടങ്ങിയിട്ട്, എത്ര ആളുകൾ അതിൽ വലിയ റോസാ ചെടികൾ മാത്രം തിരഞ്ഞു പിടിച്ച് വാങ്ങുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ചെടി നശിച്ചു പോയില്ലെന്നല്ല,
കൂടുതലും നമ്മുടെ ലെക്കാണെന്നേ ഞാൻ പറയുള്ളൂ. ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഇപ്പം നഴ്സറിയിൽ നിന്ന് ഡയറക്റ്റ് പോയി വാങ്ങി വെക്കുന്ന റോസ് വരെ ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും അല്ലേ? അപ്പോൾ ഒരു ലെക്കാണ് നമ്മുടെ പോട്ടി മിക്സ് ആണെങ്കിലും നമ്മൾ വളർത്തുന്ന രീതിയാണെങ്കിലും ആ ചെടി നമ്മളോട് ഇണങ്ങുന്ന പോലെ ഇരിക്കും നമ്മുടെ ഒരു 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 ലെക്കിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പോക്കെന്ന് പറയും. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സൊക്കെ ചെടി ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അടുത്ത ലോഡ് വരട്ടെ. ഇതുവരെ ഉള്ളതെല്ലാം സ്റ്റോക്ക് ഔട്ടാണ്. ഇനി അത് പാക്ക് ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ പാക്ക് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് കാണുക. ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. എല്ലാവർക്കും ചാനൽ കാണാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. ചില ലോഡൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഗ്രൂപ്പിൽ അപ്ഡേഷൻ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഗ്രൂപ്പ് ഒന്ന് സൈലൻ്റ് ആണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അധികം ഒന്നും ഇടുന്നില്ല. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി ഓർഡറുകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അയച്ചിട്ട് കയ്യിലുള്ളതിൻ്റെയൊക്കെ ഓർഡർ എടുക്കാം എന്നാണ്. പിന്നെ അടുത്ത ലോഡ് വരുമ്പോഴും നമ്മൾ ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരാം.